ഒരു നാൾ ശ്രീ നാരദ മഹർഷി കൈലാസത്തിൽ ചെന്നു. അവിടെ ശനി ഭഗവാൻ ഒഴികെ മറ്റെല്ലാ ദേവന്മാരും സർവേശ്വരനായ പരമേശ്വരനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ശനി ഭഗവാൻ മാത്രം പുറംതിരിഞ്ഞ് ആസനസ്ഥനായിരിക്കുന്നത് കണ്ടു. ഇതിന്റെ കാരണം എന്താണെന്ന് നാരദ മഹർഷി ശ്രീ പാർവതി ദേവിയോട് ചോദിച്ചു. എന്നാൽ ദേവി അതിനുള്ള കാരണം വിശദമായി മഹാദേവനോട് തന്നെ ചോദിച്ചറിഞ്ഞ് മറുപടി നാളെ അറിയിക്കാമെന്ന് പറഞ്ഞു. ദേവിയാകട്ടെ ഇതേപ്പറ്റി മഹാദേവനോട് ചോദിച്ചു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ശനി ഭഗവാൻ അങ്ങനെയാണ് ഇരിക്കേണ്ടത്. എന്നാൽ അങ്ങനെ ഇരിക്കുന്നത് നമ്മെ അപമാനിക്കുന്നതിനു സമമല്ലേ? എല്ലാ ദേവന്മാരെ പോലെയും ശനി ഭഗവാനും നമ്മളെ നേരെ നോക്കി വേണ്ടേ ഇരിക്കാൻ എന്ന് ദേവി വീണ്ടും ചോദിച്ചു. അങ്ങനെ പിറ്റേ ദിവസം എല്ലാ ദേവന്മാരും ഇരിക്കുന്നത് പോലെ ശനി ഭഗവാനും പരമേശ്വരന്റെ മുഖാമുഖമായി ഇരുന്നു. ഈ അവസരത്തിൽ ശ്രീ പാർവതി ദേവിയുടെ മേൽ ശനി ഭഗവാന്റെ ദൃഷ്ടി പതിഞ്ഞു. ശേഷം ദേവി തൻ്റെ ഇരിപ്പിടത്തിൽ ഇരിക്കാൻ നോക്കിയപ്പോൾ 2 ഇരിപ്പിടങ്ങളിലായി ശ്രീ മഹാദേവനും ബ്രഹ്മദേവനും 5 ശിരസുകളോടുകൂടി ഇരിക്കുന്നത് കണ്ടു. ഇതിൽ ആരാണ് ശിവനെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഈ അവസരത്തിൽ ദേവി മനസാ ശ്രീ മഹാദേവനെ സ്മരിച്ചു. അപ്പോൾ എല്ലാം മനസ്സിലാക്കിയ മഹാദേവൻ ശനി ഭഗവാനോട് തിരിഞ്ഞിരിക്കാൻ പറഞ്ഞു. ശനി ഭഗവാൻ അപ്രകാരം തന്നെ ചെയ്തു. ശേഷം ദേവിക്ക് അതുവരെ ഉണ്ടായിരുന്ന സന്ദേഹം ദൂരീകരിച്ചു. മഹാദേവൻ ദേവിയോടായി പറഞ്ഞു, ശനിയുടെ ദൃഷ്ടി വളരെ കടുപ്പമേറിയതാണ്. നമുക്ക് പോലും ഈ അവസ്ഥയായാൽ മറ്റുള്ളവരുടെ അവസ്ഥ എന്താകും? ആയതിനാലാണ് ശനി തിരിഞ്ഞിരിക്കുന്നതാണ് ഉത്തമമെന്നു പറഞ്ഞത്. അങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കിയ ദേവി സംതൃപ്തയായി. അതിനുശേഷം ഉദാഹരണമായി ദേവിയോട് ഭഗവാൻ ഒരു കഥ പറഞ്ഞു. ശ്രീലങ്കാധിപനായ രാവണൻ മഹാദേവനെ ധ്യാനിച്ച് തപസ്സനുഷ്ഠിച്ച് വരങ്ങൾ പ്രാപ്തമാക്കി. ദേവന്മാരെയും നവഗ്രഹങ്ങളെ പോലും തൻ്റെ നിയന്ത്രണാധീനതയിലാക്കി. രാവണന്റെ സിംഹാസനത്തിന് താഴെ 9 പടിക്കെട്ടുകളിലും ഓരോ ഗ്രഹവും കമഴ്ന്നു കിടക്കണമെന്നുള്ള അവസ്ഥ വരെ ഉണ്ടായി. ആ ഗ്രഹങ്ങളുടെ മുതുകിൽ ചവിട്ടിയാണ് രാവണൻ സിംഹാസനത്തിൽ കയറിയിരുന്നത്. രാവണന്റെ നീചമായ ഈ പ്രവൃത്തി നാരദ മഹർഷിക്ക് തീരെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അതിന് പരിഹാരം കാണാൻ തന്നെ നാരദ മഹർഷി തീരുമാനിച്ചു. അങ്ങനെ അടുത്ത പ്രാവശ്യം രാവണനെ കാണാൻ ചെന്നപ്പോൾ പടികൾക്കടിയിൽ കമഴ്ന്നു കിടക്കുന്ന ശനി ഭഗവാനെ ചൂണ്ടിക്കാട്ടി നാരദ മഹർഷി രാവണനോടായി പറഞ്ഞു, ശനിയുടെ മാറിൽ ചവിട്ടി സിംഹാസനത്തിൽ കയറിയാൽ അത് ഇനിയും അങ്ങേക്ക് ഏറെ അഭിമാനം വർദ്ധിപ്പിക്കും. കൂടാതെ ശനിയെ ഒരു പാഠം പഠിപ്പിക്കുകയുമാവാം. ആരെയും നശിപ്പിക്കാൻ പ്രാപ്തനാണെന്ന ശനിയുടെ ഗർവം അവസാനിപ്പിക്കുകയും ചെയ്യാം. നാരദൻ പറഞ്ഞത് വളരെ ശരിയാണെന്ന് മനസ്സിലാക്കിയ രാവണൻ ശനിയോട് മലർന്നു കിടക്കാൻ ആജ്ഞാപിച്ചു. ശനി മലർന്നു കിടന്ന് രാവണനെ നോക്കിയപ്പോൾ ദൃഷ്ടി രാവണനുമേൽ പതിക്കുകയും അങ്ങനെ രാവണന്റെ ദോഷകാലം ആരംഭിക്കുകയും ചെയ്തു. ശനി ഭഗവാന്റെ പൂർണ്ണ ദൃഷ്ടി രാവണനുമേൽ പതിഞ്ഞപ്പോൾ രാവണൻ നശിച്ചു തുടങ്ങി. ശ്രീരാമസ്വാമിയുടെ വനവാസവും പാണ്ഡവന്മാരുടെ 12 വർഷത്തെ വനവാസവും 1 വർഷത്തെ അജ്ഞാതവാസവും ഹരിശ്ചന്ദ്ര മഹാരാജാവിന് ഭാര്യയെയും മകനെയും നഷ്ടപ്പെട്ട് ശ്മശാനത്തിൽ ജീവിതം നയിക്കേണ്ടി വന്നതും ശനിദോഷ സമയത്താണ്. നവഗ്രഹങ്ങളിൽ പ്രധാനപ്പെട്ട ഈശ്വരസ്ഥാനമുള്ളയാളാണ് ശനി. അതിനാൽ ശനീശ്വരൻ എന്നറിയപ്പെടുന്നു. ശനി തെറ്റുകൾ ചെയ്യുന്നവർക്ക് ശിക്ഷയും സത്കർമ്മം ചെയ്യുന്നവർക്ക് പുരസ്കാരവും അവരുടെ ഭൂമിയിലെ ജീവിതത്തിൽ തന്നെ നൽകുന്നു. കാക്കയാണ് വാഹനം. ശനി അനുകൂലമായി വന്നാൽ സർവ്വ സൗഭാഗ്യങ്ങളും ലഭിക്കും. ശനീശ്വരൻ ശിവഭക്തനാണ്. ശനിയുടെ അഹങ്കാരം തീർക്കുന്നതിനുള്ള ശക്തി ശിവനും ശിവസന്തതികൾക്കും മാത്രമാണുള്ളത്. അതിനാൽ ശനി മൂലമുള്ള ദുരിതങ്ങളിൽ നിന്നും രക്ഷയ്ക്കായി മഹാഗണപതി, ധർമ്മശാസ്താവ്, ഹനുമാൻ, ഭദ്രകാളി, മഹാദേവൻ അഥവാ ഭൈരവൻ എന്നിവരെ ശനിയാഴ്ചകളിൽ ആരാധിക്കാറുണ്ട്. ഗണേശ ഭക്തരെ ശനി ബാധിക്കില്ലെന്നാണ് വിശ്വാസം. അതികഠിനമായ ശനിയെ ഇല്ലാതാക്കുന്നതിന് വൃദ്ധജനങ്ങളെ സഹായിക്കൽ, പ്രായമായ മാതാപിതാക്കളെ സേവിക്കൽ, ശനിയാഴ്ച അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം തെളിയിക്കൽ, ഹനുമാന് വെറ്റിലമാല, ശനിയാഴ്ച ഭദ്രകാളി ഭജനം എന്നിവ വിശേഷമാണ്. ശനിയാഴ്ച ദിനത്തിൽ ഉപവാസം അനുഷ്ഠിച്ച് ക്ഷേത്രദർശനം നടത്തി വൃദ്ധർക്കും കാക്കയ്ക്കും ഭക്ഷണം നൽകി 12 ആഴ്ച വ്രതം അനുഷ്ഠിച്ചാൽ ശനിദോഷത്തിന് കുറവുണ്ടാകും. കലിയുഗ വരദനാണ് ശ്രീ ധർമ്മശാസ്താവ്. ശനിയുടെ അധിപനാണ് ജ്യോതിഷപ്രകാരം ശാസ്താവ്. അതിനാൽ ഈ ദുരിതങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നതിന് ശബരിമല ദർശനവും വിശേഷമാണ്. ഛായാദേവിയുടെയും സൂര്യദേവന്റെയും പുത്രനാണ് ശനീശ്വരൻ.
പിതാവായ സൂര്യദേവനോട് ശനീശ്വരൻ പക പുലർത്തുന്നതായാണ് വിശ്വാസം. കാരണം യമധർമ്മൻ ഛായാദേവിയോട് ധിക്കാരപൂർവ്വം പെരുമാറുന്നത് കണ്ടിട്ടും സൂര്യദേവൻ മൗനം അവലംബിച്ചിരുന്നു. അമ്മയ്ക്കു വേണ്ടി ദേവേന്ദ്രനോട് പോലും പോരാടുകയും ഏത് പരിതസ്ഥിതിയിലും അമ്മയ്ക്കൊപ്പം നിലകൊള്ളുകയും സർവ്വദേവന്മാരെയും അസുരന്മാരെയും ത്രിമൂർത്തിമാരെ വരെ വെല്ലുവിളിക്കാനും പോന്നവനാണ് ശനീശ്വരൻ.